ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷിനെയും അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇവരിൽ നിന്നും അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, അങ്ങനെ മൂവരെയും ഒരുമിച്ചിരുത്തിയാൽ ഈ അന്വേഷണത്തിന്റെ ഗതിയിൽ തന്നെ മാറ്റാവുന്ന ചില ക്വസ്റ്റ്യനേഴ്സ് സ്വാഭാവികമായും SIT ഉണ്ടാക്കിയിരുന്നിരിക്കണം. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിന്റെ പുരോഗതി, അതിന്റെ എന്തെല്ലാം പ്രധാനപ്പെട്ട മൊഴികൾ അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും ലഭ്യമാണോ നമുക്ക്? സൈഫുദ്ദീൻ, ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാൾക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്ത പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ രണ്ടുപേരാണ് മുരാരി ബാബുവും സുധീഷും. ഇവരെ രണ്ടുപേരെയും ഇന്നലെയാണ് SITക്ക് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവരെ ഓരോ ആളുകളെയും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവർ 3 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. ഇവരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത് ഈ ഉദ്യോഗസ്ഥ പങ്കിനെ സംബന്ധിച്ച് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിലെ അന്നത്തെ അംഗങ്ങളെ സംബന്ധിച്ച് ചില വിവരങ്ങളും ഇവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉടൻ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനെ ചോദ്യം ചെയ്യും. അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഹാജരാകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ A പത്മകുമാറിനെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലാണ് നടപടികളുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലും അതിനെ തുടർന്ന് അറസ്റ്റും വരും ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശരി.